നമസ്കാരം. NCTV വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ KR ശശികുമാർ. ആദ്യം പ്രധാന വാർത്തകൾ. ബ്ലൂ സ്റ്റാർ ബ്രാൻഡഡ് ഷോറൂമിനൊപ്പം കിച്ചൺ അപ്ലയൻസുകളുമായി ആക്റ്റീവ് അറ്റ് ഹോം മൊബൈൽ ഫോൺ സെയിൽസ് ആൻഡ് സർവീസിംഗിനായി പ്രത്യേക വിഭാഗം ആക്റ്റീവ് അറ്റ് ഹോം NH പുതുക്കാട്. എറണാകുളം പുത്തൻവേലിക്കരയിൽ ചാലക്കുടിപ്പുഴയിൽ കുളിക്കാനിറങ്ങി പെൺകുട്ടികൾ ഒഴുക്കിൽപ്പെട്ടു. 2 പേർ മരിച്ചു, ഒരാളെ രക്ഷപ്പെടുത്തി. എച്ചിപ്പാറയിൽ ജനവാസ കേന്ദ്രത്തിലിറങ്ങിയ രാജവെമ്പാലയെ പിടിച്ചത് സുരക്ഷാ സംവിധാനങ്ങളില്ലാതെയെന്ന് ആരോപണം. എച്ചിപ്പാറയിൽ യുവാക്കളെ കൊണ്ട് രാജവെമ്പാലയെ പിടിക്കുന്ന വീഡിയോ പുറത്തു. കാനഡയിൽ കൊല്ലപ്പെട്ട ചാലക്കുടി സ്വദേശിനി ഡോണ സാജന്റെ മൃതദേഹം നാട്ടിലെത്തിച്ച് സംസ്കരിച്ചു. പ്രതിയെന്ന് സംശയിക്കുന്ന ഡോണയുടെ ഭർത്താവ് ഇപ്പോഴും ഒളിവിൽ. കൊടുങ്ങല്ലൂരിൽ സ്വകാര്യ ബസ്സിടിച്ച് സ്കൂട്ടർ യാത്രക്കാരനായ റിട്ടയർഡ് SI മരിച്ചു. മരിച്ചത് കൊല്ലം സ്വദേശി. മനുഷ്യാവകാശ പരിസ്ഥിതി സംരക്ഷണ സമിതി വരന്തരപ്പള്ളി പഞ്ചായത്തിലെ 22 വാർഡിലെ 100 കുട്ടികൾക്ക് പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു. വരന്തരപ്പള്ളി CJM അസംഷൻ ഹയർ സെക്കൻഡറി സ്കൂളിലെ റിട്ടയർഡ് സ്റ്റാഫ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ അധ്യാപക സ്നേഹ സംഗമം നടത്തി. വാർത്തകൾ വിശദമായി. എറണാകുളം പുത്തൻവേലിക്കരയിൽ ചാലക്കുടിപ്പുഴയിൽ കുളിക്കാനിറങ്ങി പെൺകുട്ടികൾ ഒഴുക്കിൽപ്പെട്ടു. 2 പേർ മരിച്ചു, ഒരാളെ രക്ഷപ്പെടുത്തി. ഞായറാഴ്ച രാവിലെ 10 മണിയോടെയാണ് അപകടമുണ്ടായത്. പെൺകുട്ടികൾ ഒഴുക്കിൽപ്പെട്ടത് കണ്ട സമീപത്തുണ്ടായിരുന്ന നാട്ടുകാർ ചേർന്ന് 3 പേരെയും രക്ഷപ്പെടുത്തി ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ഇവരിൽ 2 പേർ മരണത്തിന് കീഴടങ്ങുകയായിരുന്നു. ഒരാൾ അപകടനില തരണം ചെയ്തു. 26 വയസ്സുള്ള മേഘ, 13 വയസ്സുള്ള ജ്വാല ലക്ഷ്മി എന്നിവരാണ് മരിച്ചത്. മുത്തച്ഛന്റെ മരണാനന്തര ചടങ്ങിൽ പങ്കെടുക്കാൻ ബന്ധുവീട്ടിലെത്തിയ കുട്ടികളാണ് മരിച്ചത്. ഒരു കുട്ടി ആദ്യം പുഴയിലെ കുഴിയിലേക്ക് വീണു. അവരെ രക്ഷപ്പെടുത്താൻ ശ്രമിക്കവേ മറ്റു 2 പേർ കൂടി അപകടത്തിൽപ്പെടുകയായിരുന്നു. 2 പെൺകുട്ടികൾ പുഴയിൽ ഇറങ്ങിയിരുന്നില്ല. ഇവരുടെ കരച്ചിൽ കേട്ടെത്തിയ സമീപത്ത് കക്കവാരുകയായിരുന്ന ആളുകളാണ് കുട്ടികളെ പുറത്തെടുത്തത്. 3 പേരെയും ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ഒരാൾ മാത്രമാണ് രക്ഷപ്പെട്ടത്. എച്ചിപ്പാറയിൽ ജനവാസ കേന്ദ്രത്തിലിറങ്ങിയ രാജവെമ്പാലയെ പിടിച്ചത് സുരക്ഷാ സംവിധാനങ്ങളില്ലാതെയെന്ന് ആരോപണം. തിങ്കളാഴ്ച വൈകിട്ട് വനംവകുപ്പ് ജീവനക്കാരും നാട്ടുകാരും ചേർന്നാണ് 3 അടിയിലേറെ നീളമുള്ള രാജവെമ്പാലയെ പിടികൂടിയത്. വീട്ടിന് സമീപത്ത് കൊടും വിഷമുള്ള രാജവെമ്പാലയെ കണ്ട നാട്ടുകാർ വനം വകുപ്പ് ഉദ്യോഗസ്ഥരെ വിവരമറിയിക്കുകയായിരുന്നു. ഇതിനിടെ പാമ്പ് എച്ചിപ്പാറ പുഴയോരത്തെ കരിങ്കൽ കെട്ടിൽ കയറി. ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസർ PR വീരേന്ദ്രകുമാറിന്റെ സാന്നിധ്യത്തിൽ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ KB ജയൻ, താൽക്കാലിക വാച്ചർ അനീഷ്, നാട്ടുകാരനായ വേലായുധൻ എന്നിവർ ചേർന്നാണ് പാമ്പിനെ പിടികൂടിയത്. നാട്ടുകാരിൽ ഒരാൾ കരിങ്കല്ല് മാറ്റുന്നതിനിടെ പുറത്തു ചാടിയ പാമ്പിന്റെ വാലിൽ പിടികൂടി. എന്നാൽ പത്തി വിടർത്തിയ പാമ്പ് കൊത്താൻ ശ്രമിക്കുകയും പിടിച്ചയാളുടെ കയ്യിൽ നിന്ന് വഴുതി പോവുകയുമായിരുന്നു. ഇതിനിടെ പാമ്പ് പലതവണ നാട്ടുകാർക്ക് നേരെ തിരിഞ്ഞു. പുഴയിലേക്ക് ചാടിയ പാമ്പിനെ യുവാക്കൾ വീണ്ടും പിടികൂടി വനം വകുപ്പ് ഉദ്യോഗസ്ഥർക്ക് കൈമാറി. ഈ സമയത്ത് സമീപത്തുണ്ടായിരുന്നവർ എടുത്ത വീഡിയോ വ്യാപകമായി പ്രചരിച്ചതോടെ വനം വകുപ്പ് അധികൃതർക്കെതിരെ സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രതിഷേധവും ശക്തമായി. റെസ്ക്യൂ ടീമിനെ അറിയിക്കാതെ യാതൊരു പരിചയവുമില്ലാത്ത പ്രദേശവാസികളായ യുവാക്കൾ ഉപയോഗിച്ച് രാജവെമ്പാലയെ പിടികൂടാൻ പ്രേരിപ്പിച്ച വനം വകുപ്പ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുക്കണമെന്ന് മനുഷ്യാവകാശ സംഘടനയായ HRPM ചെയർമാൻ ജോൺസൺ പുല്ലൂത്തി ആവശ്യപ്പെട്ടു. എന്നാൽ വീടിന് സമീപത്ത് കണ്ട രാജവെമ്പാലയെ പിടിക്കാൻ ഉദ്യോഗസ്ഥർ നിർബന്ധിതരാവുകയായിരുന്നുവെന്ന് ചിമ്മിനി വന്യജീവി സങ്കേതം അസിസ്റ്റന്റ് വൈൽഡ് ലൈഫ് വാർഡൻ മുഹമ്മദ് റാഫി പറഞ്ഞു. നാട്ടുകാർ രാജവെമ്പാലയെ കൊല്ലുമെന്ന ഘട്ടത്തിൽ വനം വകുപ്പ് ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറും താൽക്കാലിക വാച്ചറും ഉൾപ്പെട്ട സംഘമാണ് പാമ്പിനെ പിടികൂടിയത്. മുൻ പരിചയമില്ലെങ്കിലും പരിശീലനം ലഭിച്ചവരാണ് പാമ്പിനെ പിടിച്ച ജീവനക്കാരെന്നും വൈൽഡ് ലൈഫ് വാർഡൻ പറഞ്ഞു. കാനഡയിൽ കൊല്ലപ്പെട്ട ചാലക്കുടി സ്വദേശിനി ഡോണ സാജന്റെ മൃതദേഹം നാട്ടിലെത്തിച്ച് സംസ്കരിച്ചു. ചാലക്കുടിയിലെ വീട്ടിലെ പൊതുദർശനത്തിന് ശേഷം സെന്റ് മേരീസ് ഫൊറോന പള്ളിയിലെ സെമിത്തേരിയിലാണ് സംസ്കാര ചടങ്ങുകൾ നടന്നത്. പ്രതിയെന്ന് സംശയിക്കുന്ന ഡോണയുടെ ഭർത്താവ് ലാൽ K പൗലോസ് ഇപ്പോഴും ഒളിവിലാണ്.
കഴിഞ്ഞ ദിവസം നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ എത്തിച്ച ഡോണയുടെ മൃതദേഹം രാത്രിയോടെ ചാലക്കുടിയിലെത്തിച്ചു. തുടർന്ന് ഇന്ന് രാവിലെ പാലസ് റോഡിലെ ഡോണയുടെ വീട്ടിൽ പൊതുദർശനത്തിന് ശേഷം 11 മണിയോടെ സെന്റ് മേരീസ് ഫൊറോന പള്ളിയിലെ സെമിത്തേരിയിൽ സംസ്കരിച്ചു. മകളെ അവസാനമായി ഒരു നോക്ക് കാണാനുള്ള കാത്തിരിപ്പിലായിരുന്നു മാതാപിതാക്കളായ പടിക്കാല സാജനും ഫ്ലോറയും. ഇക്കഴിഞ്ഞ മെയ് 6-ാം തീയതിയാണ് ഡോണ കാനഡയിൽ വീട്ടിൽ വെച്ച് കൊല്ലപ്പെടുന്നത്. കാനഡയിലെ പൂട്ടിക്കിടന്ന വീട് കുത്തിത്തുറന്നാണ് കനേഡിയൻ പോലീസ് മൃതദേഹം പുറത്തെടുത്തത്. ഇതിനിടെ ഭർത്താവ് ലാൽ കെ പൗലോസിനെ കാണാനില്ലായിരുന്നു. സംഭവത്തിൽ ദുരൂഹത തോന്നിയ കനേഡിയൻ പോലീസ് ലാലിനായി ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ച് അന്വേഷണം ആരംഭിച്ചിരുന്നു. തുടർന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ കൊലപാതകമാണെന്ന് തെളിഞ്ഞു. ഡോണയെ കൊലപ്പെടുത്തിയ ശേഷം ഭർത്താവ് ലാൽ കെ പൗലോസ് മുങ്ങിയതാകാം എന്നാണ് കനേഡിയൻ പോലീസിന്റെ നിഗമനം. ലാൽ ഇന്ത്യയിലേക്ക് കടന്നതായും ഡൽഹി എയർപോർട്ടിൽ ഇയാൾ എത്തിയതായും കനേഡിയൻ പോലീസിന് വിവരം ലഭിച്ചു. സംഭവത്തിൽ ഡോണയുടെ ബന്ധുക്കൾ മുഖ്യമന്ത്രിക്കും DGPക്കും തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവിക്കും പരാതി നൽകിയിരുന്നു. എന്നാൽ പിന്നീട് ലാലിനെ കണ്ടെത്താനായിട്ടില്ല. ഇയാൾക്കായുള്ള അന്വേഷണം ഊർജിതമായി തുടരുകയാണ്. മനുഷ്യാവകാശ പരിസ്ഥിതി സംരക്ഷണ സമിതിയുടെ വാർഷികത്തോടനുബന്ധിച്ച് വരന്തരപ്പള്ളി പഞ്ചായത്തിലെ 22 വാർഡിൽ നിന്നും തെരഞ്ഞെടുത്ത 100 കുട്ടികൾക്ക് പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു. വരന്തരപ്പള്ളി ജനത UP സ്കൂളിൽ നടന്ന പരിപാടി പോലീസ് അക്കാദമി DYSP PB പ്രശോഭ് ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന ചെയർമാൻ സുരേഷ് ചെമ്മനാടൻ അധ്യക്ഷനായി. വരന്തരപ്പള്ളി പോലീസ് SI രാജേഷ് മുഖ്യപ്രഭാഷണം നടത്തി. +2 പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ AS ആരോമൽ മികച്ച ഇംഗ്ലീഷ് ഉച്ചാരണം കൊണ്ട് പ്രവേശനോത്സവ വീഡിയോയിൽ ശ്രദ്ധ നേടുകയും വിദ്യാഭ്യാസ മന്ത്രിയുടെ പ്രത്യേക അഭിനന്ദനത്തിന് അർഹയാവുകയും ചെയ്ത അതിഥിയെയും ചടങ്ങിൽ ആദരിച്ചു. സംസ്ഥാന ജനറൽ സെക്രട്ടറി സന്തോഷ് ഐനിക്കത്തറ പുസ്തക വിതരണോദ്ഘാടനം നടത്തി. സമിതി മലപ്പുറം ജില്ലാ പ്രസിഡന്റ് വിജയൻ, ജില്ലാ വുമൺസ് വിംഗ് പ്രസിഡന്റ് സിന്ധു സന്തോഷ്, വൈസ് പ്രസിഡന്റ് രമ സന്തോഷ്, മൊയ്തീൻ, ബഹ്റുദ്ദീൻ എന്നിവർ പ്രസംഗിച്ചു. അപ്പൊ നമ്മുടെ വേലിപ്പാട സ്കൂളിൽ 1 തൊട്ട് 4 വരെ പഠിക്കുമ്പോൾ ഇത്തരത്തിലുള്ള ചടങ്ങുകൾ അന്നത്തെ അധ്യാപകന്മാര് സംഘടിപ്പിച്ചിട്ട് ഓരോ വിശിഷ്ട വ്യക്തിത്വങ്ങളെ കൊണ്ടുവരികയും കുട്ടികളെ എങ്ങനെ നിരത്തിയിരുത്തുകയും ചെയ്യുമല്ലോ. അപ്പൊ അതില് വർഷങ്ങൾക്ക് മുമ്പ് ഞാനും ഇതുപോലെ ഇരുന്ന ഒരു വ്യക്തിയാണ്. അന്ന് കസരൊന്നുമില്ല. നിരവധി വർഷങ്ങളായി പൊതു സേവന രംഗത്തും മനുഷ്യാവകാശ പരിസ്ഥിതി സംരക്ഷണ രംഗത്തും നിരവധി പൊതുപ്രവർത്തനങ്ങളിലും ഏർപ്പെട്ടുകൊണ്ട് ഈ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വിവിധ നിയമനിർമ്മാണത്തിലുള്ള കാര്യങ്ങൾ പോലും അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരുന്നു. സമിതി എന്ന് പറയുമ്പോൾ മനുഷ്യാവകാശത്തിനും പരിസ്ഥിതിക്കും കൂടി പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ് ഈ സംഘടന. ഈ സംഘടനയുടെ പ്രവർത്തനം തുടങ്ങിയിട്ട് വർഷങ്ങളായി. പ്രശംസാര വൃത്തിയായിട്ട് പറഞ്ഞു വന്നു. നമ്മള് 100ഓളം ആളുകൾക്ക് 100-ൽ പരം ആളുകൾക്ക് പഠനോപകരണങ്ങൾ വിതരണം ചെയ്യുന്ന പരിപാടി സംഘടിപ്പിച്ച ഈ മനുഷ്യാവകാശ പ്രവർത്തകരെ എത്ര അഭിനന്ദിച്ചാലും മതി വരില്ല. അത്ര പ്രശംസനീയമായ ഒരു പ്രവൃത്തിയാണ് അവരുടെ ഭാഗത്തു നിന്നുണ്ടായത്. ഇങ്ങനെ ഇത്ര 100 കുട്ടികൾക്ക് പഠനോപകരണം വിതരണം ചെയ്യാവുന്ന ചെറിയ കാര്യമല്ല. എന്തായാലും ഇങ്ങനെ ഒരു ചടങ്ങ് സംഘടിപ്പിച്ചതിൽ ആ ജില്ലാ കമ്മിറ്റിയെ പ്രത്യേകം അഭിനന്ദിക്കുകയാണ്. ഞാനൊരു മനുഷ്യാവകാശ പ്രവർത്തകനായിട്ട് ഒരു 10-14 കൊല്ലം 15 കൊല്ലമായി. ഇപ്പോഴും ഈ മനുഷ്യാവകാശ മേഖലകളിൽ ലംഘനങ്ങൾ, എന്ത് ലംഘനങ്ങളാണെങ്കിലും നമ്മളതിൽ ഇടപെടുന്നു. I can confidently say that my school has provided me with countless opportunities to grow and excel. At GSS Mupliam, we have a vibrant community that fosters creativity, curiosity, and leadership. വരന്തരപ്പള്ളി CJM അസംഷൻ ഹയർ സെക്കൻഡറി സ്കൂളിലെ റിട്ടയർഡ് സ്റ്റാഫ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ അധ്യാപക സ്നേഹ സംഗമം നടത്തി. സ്കൂൾ മാനേജർ ഫാദർ ജെയ്സൺ കൂനംപ്ലാക്കൽ ഉദ്ഘാടനം നിർവഹിച്ചു. RSA പ്രസിഡന്റ് VA ഷാജു അധ്യക്ഷനായി. സ്കൂൾ പ്രധാന അധ്യാപകൻ ജോവൽ V ജോസഫ്, സംഘടനാ വൈസ് പ്രസിഡന്റ് റോസ്ലാൻഡ്, സെക്രട്ടറി ഷീല ജോസഫ്, ജോയിന്റ് സെക്രട്ടറി ഉഷ ജോസഫ്, ട്രഷറർ TP ജോർജ്, മുൻ RSA പ്രസിഡന്റ് ND പൈലോത്ത്, ഹെൻറി ജോർജ്, ജൽമ കിഴക്കൂടൻ, സ്റ്റാഫ് സെക്രട്ടറി ജെലിബ്സ് പോൾ എന്നിവർ പ്രസംഗിച്ചു.
പ്രകൃതി സംരക്ഷണ അവാർഡ് ജേതാവായ അബ്ദുക്ക അരീക്കോട് ചടങ്ങിൽ വാട്ടർ റീചാർജ് ജലശുദ്ധീകരണ തന്ത്രങ്ങളെക്കുറിച്ച് മാർഗനിർദ്ദേശം നൽകി. വിവിധ കലാപരിപാടികളും പരിപാടിയോടനുബന്ധിച്ച് അരങ്ങേറി. കൂട്ടായ്മകളെ എപ്പോഴും നല്ലതാണ്. നമ്മുടെ ഇടവകയിൽ പള്ളിയിൽ നോക്കിയാൽ കുടുംബ കൂട്ടായ്മകളുണ്ട്. കൂടുമ്പോൾ ഇമ്പമുള്ളതാണ് കുടുംബം എന്നാണ് പറയുക. അപ്പോൾ ഇതും ഒരു കുടുംബമാണ്. ഇത്തരം ഒരു കൂട്ടായ്മ പല സ്ഥലത്തും ഇല്ല എന്നാണ് ഞാൻ മനസ്സിലായിട്ടുള്ളത്. റിട്ടയർ ചെയ്ത അധ്യാപകരുടെ അല്ലെങ്കിൽ സ്റ്റാഫ് ഒരുമിച്ചുള്ള കൂട്ടായ്മകളൊക്കെ ഉണ്ടാവാം. എനിക്ക് ആദ്യം പങ്കുവയ്ക്കാനുള്ളത് സന്തോഷമാണ്. കാരണം ഇവിടെ നിന്ന് സേവനം ചെയ്ത് തങ്ങളുടെ തന്നെ ജീവിത സാഹചര്യങ്ങളിലേക്ക് തിരിച്ചു പോയിട്ടും വീണ്ടും ഗൃഹാതിരത്വത്തോടുകൂടെ ഇവിടെ വരാനും ഇവിടെ ഇപ്പോഴുള്ള സ്റ്റാഫുമായിട്ട് സംവദിക്കാനും. എൻ്റെ പ്രവൃത്തി 36 വർഷമായിട്ട് 2 ലക്ഷത്തോളം വൃക്ഷങ്ങൾ നട്ട് കഴിഞ്ഞുകൊടുക്കുകയാണ്. അപ്പോൾ ആ അനുഭവങ്ങളൊക്കെ 5 മിനിറ്റോട് പറഞ്ഞാൽ നടക്കണ കാര്യമില്ല. ഇങ്ങനൊരു വേദിയിൽ വരുന്നു പിന്നെ എനിക്ക് ഒരിക്കലും ഓർമ്മിച്ചതല്ല. അതുകൊണ്ട് തന്നെ എന്ത് പറയണമെന്നറിയില്ല. ഇവിടെ വലിയ വലിയ മഹത്തുക്കളുടെ എന്തെങ്കിലും അബദ്ധങ്ങൾ പറഞ്ഞാൽ തെറ്റിപ്പോകണം. എനിക്ക് സംസാരിച്ച് പരിചയമല്ല, പ്രവർത്തിച്ച് പരിചയമുള്ളൂ. പലപ്പോഴും കണക്കിൻ്റെ വായന സമയത്ത് വേറെ എന്തെങ്കിലും കാര്യങ്ങൾ പറഞ്ഞിരിക്കാറ് ചെയ്യുന്നത്. പക്ഷേ എന്നിരുന്നാലും കുറച്ച് പേർക്കെങ്കിലും അതൊക്കെ അറിയുന്ന ആഗ്രഹമുണ്ടാകും. പഴയ പ്രതാപത്തിൻ്റെ മിടുക്ക് ഓർത്ത് സംസാരിക്കുകയാണ്. ഇങ്ങനൊരു ദിവസം വർഷത്തിൽ ഉണ്ടാകുന്നത് വളരെ സന്തോഷകരമാണ്. കാരണം നമ്മളെല്ലാവരും കൂടുകയാണ്. അധ്യാപകരും കൂടി ഒരുമിച്ച് ചേരുന്ന നിമിഷം. കൊടകര പാറേക്കാട്ടുകര സെന്റ് മേരീസ് പള്ളിയിലെ പരിശുദ്ധ മാതാവിന്റെ ഊട്ടുതിരുനാൾ ആഘോഷിച്ചു. തിരുനാൾ പാട്ടുകുർബാനയ്ക്ക് ഫാദർ വിനിൽ കുരിശുതറ മുഖ്യ കാർമ്മികനായി. ഫാദർ ആന്റണി പോട്ടക്കാരൻ സന്ദേശം നൽകി. തുടർന്ന് പ്രദക്ഷിണം, ഊട്ടുനേർച്ച എന്നിവയും ഉണ്ടായി. അപകടത്തിൽപ്പെട്ട് റോഡിൽ കിടക്കുകയായിരുന്ന ബൈക്ക് യാത്രക്കാരെ രക്ഷപ്പെടുത്തിയ തൃക്കൂർ സ്വദേശിയായ ബസ് ഡ്രൈവർക്ക് നാടിന്റെ സ്നേഹാദരം. തൃശൂർ ഗോവിന്ദപുരം റോട്ടിലോടുന്ന ലതാ ഗൗതം ബസിന്റെ ഡ്രൈവർ തൃക്കൂർ മാക്കാട്ട് സന്ദീപിനെയാണ് കെ രാമേന്ദ്രൻ MLA അനുമോദിച്ചത്. കാരുണ്യം തുളുമ്പുന്ന സന്ദീപിന്റെ പ്രവൃത്തിയെ MLA അഭിനന്ദിച്ചു. VM സനീഷും ചടങ്ങിൽ സന്നിഹിതനായിരുന്നു. കഴിഞ്ഞ 20-ാം തീയതിയായിരുന്നു ബസ് യാത്രക്കിടെ നെന്മാറയിൽ വെച്ച് റോഡിൽ അപകടത്തിൽപ്പെട്ട 2 ബൈക്ക് യാത്രക്കാരെ കാണുന്നത്. ഒരാളെ ആംബുലൻസിൽ കൊണ്ടുപോയി. രണ്ടാമത്തെ ആളെ ബസ് ജീവനക്കാർ ചേർന്ന് ഉടൻ തൊട്ടടുത്ത ആശുപത്രിയിൽ എത്തിച്ചു. ഈ വീഡിയോ സമൂഹ മാധ്യമങ്ങൾ വഴി പ്രചരിക്കുകയും ചെയ്തിരുന്നു. നമസ്കാരം. നമ്മുടെ കൂടെ MLA ഉണ്ട്. സാധാരണഗതിയിൽ ഡ്രൈവർമാരെന്നൊക്കെ പറയുമ്പോൾ ആരും ശ്രദ്ധിക്കാതെ ഒരു വണ്ടി ആക്സിഡന്റ് പറ്റിയാൽ തിരിഞ്ഞു നോക്കാതെ പോകുന്നവരാണെന്നാണ് പറയാ. നമ്മുടെ കൂടെ സന്ദീപ് ഉണ്ട്. കഴിഞ്ഞ ദിവസം നമ്മളൊക്കെ കേരളത്തില് പ്രധാനമായിട്ട് കണ്ട ഒരു വാർത്തയാണ് പാലക്കാട് നെന്മാറ വെച്ചിട്ട് ഒരു ആക്സിഡന്റ് ആയിട്ട് വഴിയിലേക്ക്. സാധാരണ സർവീസ് ബസ്സുകളൊന്നും ഒരിക്കലും ചെയ്യാത്തൊരു കാര്യമാണ് ഇവർ ചെയ്തത്. ജീവന് വേണ്ടി ആ ഒരു പ്രധാന കാര്യം ചെയ്തപ്പോ അനുമോദിക്കാനായിട്ട് നമ്മുടെ MLA കൂടി എത്തിയിട്ടുണ്ട്. ദിവസം മുമ്പാണ് സിനീഷ് എന്നോട് ഈ കാര്യം പറഞ്ഞ. തിരുവനന്തപുരം യാത്രയിലായിരുന്നു. തിരുവനന്തപുരത്ത് പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഇന്നലെ തിരുവനന്തപുരത്ത് കമ്മിറ്റി ആയിരുന്നു. നമുക്ക് വരുമ്പോൾ ഒരു ദിവസം പോകാം എന്നാണ് പറഞ്ഞത്. ഇന്ന് രാവിലെ കോനിക്കലൊരു പരിപാടി ഉണ്ട്. ആ സമയത്ത് തന്നെ നമുക്ക് ഇവിടെ വെക്കണം. ഇതേക്കാണെങ്കിൽ നാളെ തൊട്ട് ഇന്ന് തൊട്ട് സർവീസിന് വീണ്ടും പോകുന്ന സ്ഥിതിയുണ്ട് സന്ദീപ്. അപ്പൊ അത് ഇന്ന് തന്നെ സന്ദീപിനെ കണ്ട് അനുമോദിക്കുക എന്ന ഒരു സമീപനാണ് നമ്മളെല്ലാവരും സ്വീകരിച്ചത്. വളരെ സന്തോഷമുണ്ട്. നമ്മള് വണ്ടി ടൈമില് കയറി ചെല്ലുമ്പോ ആക്സിഡന്റ് ആയിട്ട് അവിടെ ചെറിയൊരു ബ്ലോക്ക് ഉണ്ടായിരുന്നു. നമ്മുടെ മുമ്പിൽ ഒരു 3-4 വണ്ടികളായിട്ട് ബ്ലോക്കിൽ വിട്ടു. അവിടെ ചെന്ന് നമ്മൾ ഇറങ്ങി ചെന്ന് ചോദിക്കുമ്പോ ആംബുലൻസിനെ വിളിച്ചിട്ടുണ്ട്, പോലീസ് സ്റ്റേഷനിലേക്ക് അറിയിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. ആരും അവരെടുക്കാനായിട്ട് തയ്യാറായിട്ടുണ്ടായിരുന്നില്ല സമയത്ത്. അത് കഴിഞ്ഞിട്ടാണ് ഒരു ആംബുലൻസ് എത്തണത്. ആംബുലൻസിൽ എത്തിയതും അത് ചെറിയ ആംബുലൻസ് ആയിരുന്നു. ഒരാളെ കയറ്റാൻ മാത്രമേ അതിന് പറ്റുണ്ടായിരുന്നുള്ളൂ. അപ്പൊ കൂടുതല് പരിക്കുള്ള ആള് റോഡിൽ കിടക്കുമ്പോ പരിക്ക് കുറഞ്ഞ ആളായിരുന്നു അതിൽ കയറി പോയത്. അയാൾക്ക് ഓർമ്മയില്ലേ? പിന്നെ അവര് പോയതിനു ശേഷം ഈ കിടന്ന ആളെ നമ്മുടെ വണ്ടിയിലേക്ക് കയറ്റി നമ്മൾ ഹോസ്പിറ്റലിലെത്തി. കുഴപ്പമൊന്നുമില്ല. കൊടുങ്ങല്ലൂരിൽ സ്വകാര്യ ബസ് ഇടിച്ച് സ്കൂട്ടർ യാത്രക്കാരനായ റിട്ടയർഡ് SI മരിച്ചു. കൊടുങ്ങല്ലൂരിൽ വാടകയ്ക്ക് താമസിക്കുന്ന കൊല്ലം സ്വദേശി ശ്രീകുമാറാണ് മരിച്ചത്. ദേശീയപാത 66-ൽ കോതപ്പറമ്പ് സെന്ററിന് സമീപം ഞായറാഴ്ച രാവിലെ 10:30യോടെയായിരുന്നു അപകടം. കൊടുങ്ങല്ലൂർ ഗുരുവായൂർ റൂട്ടിൽ സർവീസ് നടത്തുന്ന 4 മാക്കൽ ബസ്സാണ് അപകടത്തിനിടയാക്കിയത്. വടക്കുഭാഗത്തേക്ക് പോകുകയായിരുന്ന സ്കൂട്ടറിൽ പിറകെ വന്ന ബസ് ഇടിക്കുകയായിരുന്നു. ശ്രീകുമാറിന്റെ തലയിലൂടെ ബസിന്റെ ചക്രം കയറിയിറങ്ങി. സംഭവസ്ഥലത്ത് വെച്ച് തന്നെ ശ്രീകുമാർ മരണമടഞ്ഞു.
മറ്റത്തൂർ മഹാവിഷ്ണു ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാ ദിനത്തോടനുബന്ധിച്ച് ദേശപൂരാഘോഷങ്ങൾ നടത്തി. മറ്റത്തൂർ ദേശം, പള്ളമുറി ദേശം, ചോങ്കുളം ദേശം എന്നീ 3 സ്ഥലത്തു നിന്നും വന്ന വിവിധ പരിപാടികൾ മറ്റത്തൂർ ക്ഷേത്ര സന്നിധിയിൽ എത്തി. ചോങ്കുളം ദേശത്തിന്റെ ചെത്തല്ലൂർ മുരളീകൃഷ്ണൻ തിടമ്പേറ്റി. തടത്താവിള ശിവ, ബാസ്റ്റ്യൻ വിനയസുന്ദർ എന്നിവർ കൂട്ടാനകളായി അണിനിരന്നു. ക്ഷേത്രം പ്രസിഡന്റ് MC ദിവാകരൻ, സെക്രട്ടറി രഘുനാഥ് തെക്കേത്ത്, ചോങ്കുളം ദേശത്തിന്റെ പ്രസിഡന്റ് സുജിത് ആനന്ദപുരത്തുകാരൻ, സെക്രട്ടറി രാജീവ് P. രാമൻ എന്നിവർ നേതൃത്വം നൽകി. ആരോഗ്യരംഗത്ത് സ്തുത്യർഹമായ സേവനം കാഴ്ചവെക്കുക എന്ന ലക്ഷ്യവുമായി എയ്സ് ഹോസ്പിറ്റൽ വരന്തരപ്പള്ളി കൂട്ടോലിപ്പാടത്ത് പ്രവർത്തനം ആരംഭിക്കുന്നു. തിങ്കളാഴ്ച രാവിലെ 9:30 വരന്തരപ്പള്ളി പഞ്ചായത്ത് പ്രസിഡന്റ് അജിത സുധാകരൻ ഉദ്ഘാടനം നിർവഹിക്കും. ആരോഗ്യരംഗത്ത് പരിചയസമ്പന്നനായ ഡോക്ടർ ജോബൻ ലൂയിസ് ആണ് അത്യാഹിത വിഭാഗത്തിന് നേതൃത്വം നൽകുന്നത്. കാലാവസ്ഥ. കൂടിയ താപനില 29 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 26 ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തി. സംസ്ഥാന അർദ്ധ സർക്കാർ സ്ഥാപനത്തിന്റെ തൃശൂർ ജില്ലയിലെ ഓഫീസിൽ ടെക്നിക്കൽ അസിസ്റ്റന്റ് ഇലക്ട്രിക്കൽ ഇലക്ട്രോണിക്സ് തസ്തികയിൽ താൽക്കാലിക അടിസ്ഥാനത്തിൽ ഓപ്പൺ വിഭാഗത്തിൽ ഒരു ഒഴിവുണ്ട്. യോഗ്യത: ഇലക്ട്രിക്കൽ ഇലക്ട്രോണിക്സിൽ ഫസ്റ്റ് ക്ലാസ് ഡിപ്ലോമ, 3 വർഷത്തെ ജോലി പരിചയം. പ്രായപരിധി 18-നും 41-നും മധ്യേ. നിശ്ചിത യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾ ജൂൺ 20-നകം അടുത്തുള്ള എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചുകളിൽ പേരുകൾ രജിസ്റ്റർ ചെയ്യണം. തൃക്കൂർ ഗവൺമെന്റ് സർവോദയ ഹയർ സെക്കൻഡറി സ്കൂളിൽ ഹിസ്റ്ററി സീനിയർ, ഹിന്ദി ജൂനിയർ, ഫിസിക്സ് ജൂനിയർ എന്നീ വിഭാഗങ്ങളിൽ താൽക്കാലിക ഒഴിവുകളുണ്ട്. താൽപ്പര്യമുള്ളവർ തിങ്കളാഴ്ച രാവിലെ 10:30 നടക്കുന്ന അഭിമുഖത്തിൽ അസൽ സർട്ടിഫിക്കറ്റുകളുമായി ഹാജരാകുക. ഇന്നത്തെ സ്വർണ്ണവില. സ്വർണം ഗ്രാമിന് 6640 രൂപ, പവന് 53,120 രൂപ. എറവക്കാട് എരട്ടേപ്പൻ പറമ്പിൽ പരേതനായ ശങ്കരൻകുട്ടി ഭാര്യ കുഞ്ഞി അന്തരിച്ചു. 94 വയസ്സായിരുന്നു. സംസ്കാരം തിങ്കളാഴ്ച രാവിലെ 9-ന് വടൂക്കര ശ്മശാനത്തിൽ. രാജൻ, വിമല, അശോകൻ, ബിന്ദു, പരേതനായ ശശി എന്നിവർ മക്കളും. അമ്മിണി, കുമാരി, അശോകൻ, ബിന്ദു, കൊച്ചനിയൻ എന്നിവർ മരുമക്കളുമാണ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ബ്ലൂ സ്റ്റാർ ബ്രാൻഡഡ് ഷോറൂമിനൊപ്പം കിച്ചൺ അപ്ലയൻസുകളുമായി ആക്റ്റീവ് അറ്റ് ഹോം മൊബൈൽ ഫോൺ സെയിൽസ് ആൻഡ് സർവീസിംഗിനായി പ്രത്യേക വിഭാഗം. ആക്റ്റീവ് അറ്റ് ഹോം, NH പുതുക്കാട്. എറണാകുളം പുത്തൻവേലിക്കരയിൽ ചാലക്കുടിപ്പുഴയിൽ കുളിക്കാനിറങ്ങി പെൺകുട്ടികൾ ഒഴുക്കിൽപ്പെട്ടു. 2 പേർ മരിച്ചു, ഒരാളെ രക്ഷപ്പെടുത്തി. എച്ചിപ്പാറയിൽ ജനവാസ കേന്ദ്രത്തിൽ ഇറങ്ങിയ രാജവെമ്പാലെ പിടിച്ചത് സുരക്ഷാ സംവിധാനങ്ങളില്ലാതെയെന്ന് ആരോപണം. എച്ചിപ്പാറയിൽ യുവാക്കളെ കൊണ്ട് രാജവെമ്പാലെ പിടിക്കുന്ന വീഡിയോ പുറത്ത്. കാനഡയിൽ കൊല്ലപ്പെട്ട ചാലക്കുടി സ്വദേശിനി ഡോണ സാജന്റെ മൃതദേഹം നാട്ടിലെത്തിച്ച് സംസ്കരിച്ചു. പ്രതിയെന്ന് സംശയിക്കുന്ന ഡോണയുടെ ഭർത്താവ് ഇപ്പോഴും ഒളിവിൽ. കൊടുങ്ങല്ലൂരിൽ സ്വകാര്യ ബസ്സിടിച്ച് സ്കൂട്ടർ യാത്രക്കാരനായ റിട്ടയർഡ് SI മരിച്ചു. മരിച്ചത് കൊല്ലം സ്വദേശി. മനുഷ്യാവകാശ പരിസ്ഥിതി സംരക്ഷണ സമിതി വരന്തരപ്പള്ളി പഞ്ചായത്തിലെ 22 വാർഡിലെ 100 കുട്ടികൾക്ക് പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു. വരന്തരപ്പള്ളി CJM അസംഷൻ ഹയർ സെക്കൻഡറി സ്കൂളിലെ റിട്ടയർഡ് സ്റ്റാഫ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ അധ്യാപക സ്നേഹ സംഗമം നടത്തി. ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. പുതുക്കാട് മേഖലയിലെ പ്രധാന സംഭവങ്ങളുടെ വാർത്താ ക്ലിപ്പുകളും ഡെയിലി ന്യൂസും NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. ന്യൂസ് ബുള്ളറ്റിന്റെ പ്രീമിയർ സംപ്രേഷണം എല്ലാ ദിവസവും രാത്രി 10-ന്. പുതുക്കാട് നിയോജക മണ്ഡലം, കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പരിധികളിലെ സമഗ്ര വാർത്തകൾ അറിയാൻ NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം.